ആ സൃഷ്ടിബോധത്തിലേക്ക് എത്തിയാൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സൃഷ്ടിക്കാൻ കഴിയുന്ന ബ്രഹ്മാവായി നിങ്ങൾ മാറും. ഇലോൺ മസ്ക് ഈ ഒരു ബ്രഹ്മ ഉപാസന ഉള്ളവരാണോ? ഇത് വെറുതെ ആരും ഇതൊന്നും അന്വേഷിച്ച് വരില്ലല്ലോ. പ്രശ്നങ്ങളുള്ളപ്പോഴാണല്ലോ ഇതിനൊരു പരിഹാരം, സൊല്യൂഷൻ തേടി പലയിടത്തും അലയുന്നത്. അങ്ങനെയൊക്കെയാണ് അവർ നമ്മളിലേക്ക് വരുന്നത്. ചിക്കനാണോ ഇഷ്ടം കഴിച്ചോളൂ, മട്ടനാണോ ഇഷ്ടം കഴിച്ചോളൂ. നമ്മളൊരു ആധ്യാത്മികതയാണെങ്കിലും അതിനൊരു മറ്റൊരു ഒരു ഡയമെൻഷൻ വേണമെങ്കിൽ പറയാം. എനിക്ക് ദ പവർ ഓഫ് നൗ. ഈ നിമിഷത്തെ എനിക്ക് ആനന്ദകരമാക്കാൻ പറ്റിയ, ഈ നിമിഷത്തെ സന്തോഷത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയ, ഞാൻ ഇന്നലെയെക്കുറിച്ചോ നാളെയെക്കുറിച്ചോ എനിക്കൊരു ടെൻഷനില്ല. ഈ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അവരറിയാതെ തന്നെ അതെല്ലാം വളരെയധികം പരിഹരിക്കപ്പെടുന്ന, ലഘൂകരിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തി. അവിടെ ഡ്രഗ് ഉപയോഗിക്കുന്നു, ഇവിടെ ആത്മീയതയുടെ പുറകെ പോകുന്നത് മറ്റൊരു തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷെ അതും ഈ പറയുന്നത് പോലെ അത് അവൻ്റെ ഹയർ ലെവലാണ്, അത് മറ്റുള്ളവർക്ക് ഹയർ ലെവൽ ആവണമെന്നില്ല. ബ്രഹ്മം എങ്ങനെയാണ് ഇവിടെ ഒരു പൂജയിലേക്ക് വന്നത്, ശിവലിംഗം ഇത്രയും ആരാധനയിലേക്ക്? അതെന്താണ് ചരിത്രം? ബ്രഹ്മാവ് ആരാധിച്ചു, ശിവൻ ആരാധിച്ചു എന്നുള്ളതിനേക്കാളും ആ ഊർജത്തെ നമ്മൾ നോക്കിയാൽ മതി. ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ ക്രിയേറ്ററാണ്. നമ്മുടെ ഉള്ളിലും എല്ലാം ആ ക്രിയേറ്ററാണ്. ഇപ്പോൾ ആ ക്രിയേറ്ററിനെ നമുക്ക് ഉണർത്താൻ പറ്റിയ, നമ്മുടെ ഉള്ളിലെ ആ പറയുന്ന സൃഷ്ടിബോധം ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ത് നമുക്ക് നേടിയെടുക്കാൻ, ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും. അതാണ് റിയൽ മാനിഫെസ്റ്റേഷൻ. നമ്മൾ നമ്മുടെ ഭയത്തെ നമ്മൾ അതിജീവിക്കും. ഭയത്തെ അതിജീവിക്കുമ്പോഴേ നമ്മൾ ജീവിക്കാൻ തുടങ്ങുള്ളൂ. തീർച്ചയായും. ലൈഫ് സ്റ്റാർട്ട്സ് വെയർ ഫിയർ എൻഡ്സ്. ഇത് പറഞ്ഞത് ഓഷോയാണ്. ഭയം അവസാനിക്കുന്നിടത്ത് ജീവിതം തുടങ്ങുന്നു. ആ ഭയത്തിനെ നമ്മൾ അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ മാനസിക തലത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. മാനസിക തലത്തിന് പുറത്ത് പ്രാണബോധത്തിലേക്ക് വരണം. ആ പ്രാണബോധത്തിലേക്ക് എത്തിയാൽ നമ്മൾ സൃഷ്ടിബോധത്തിലേക്ക് എത്തും. അതാ ബ്രഹ്മാവ്, അതാണ് ബ്രഹ്മാവ്. ആ സൃഷ്ടിബോധമാണ് ബ്രഹ്മാവ്. ആ സൃഷ്ടിബോധത്തിലേക്ക് എത്തിയാൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സൃഷ്ടിക്കാൻ കഴിയുന്ന ബ്രഹ്മാവായി നിങ്ങൾ മാറും. അതാണ് ശരയോഗ പഠിപ്പിക്കുന്നത്. തീർച്ചയായും. ഞാൻ എൻ്റെ ചരിത്രത്തിലേക്ക് വെച്ചാൽ ഈ കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാവ് എന്തിന് ഇത്രയും 12 ശിവലിംഗങ്ങൾ പൂജിച്ചു എന്നൊക്കെ ഒരു അറിയാനുള്ള ത്വരകൊണ്ടാണ്. പക്ഷെ അതിന്റെ പിന്നിലേക്കുള്ള ശാസ്ത്രീയതയാണ് അങ്ങ് പറഞ്ഞത്. അതിന്റെ പിന്നിൽ ഇതാണ്, ഒരു ലിംഗത്വം മാത്രം നമ്മൾ കാണുന്നില്ല, അതിന്റെ ഉള്ളിലോട്ട് നിങ്ങൾ കിടക്കണം. കഥകളെല്ലാം നമുക്കൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കാൻ മാത്രമാണ്, നമ്മളൊരു കൗതുകം ഉണ്ടാക്കാൻ മാത്രമല്ല. നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റെപ്പ് താഴെ ആളുകൾക്ക് ആ കൗതുകം വേണം. എങ്കിലേ അവർക്ക് അതിലേക്ക് എത്താൻ പറ്റും. നമ്മൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോധത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ പറയുന്നത് ഇവരാരും പ്രത്യേക രൂപങ്ങളുള്ള ദൈവങ്ങളൊന്നുമില്ല, അതെല്ലാം ഊർജങ്ങളാണ്. ബ്രഹ്മാവ് എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഊർജമാണ്, ക്രിയേഷനാണ്. ആ ഊർജം നമ്മുടെ ഉള്ളിൽ ഉണർന്നാൽ ഞാൻ ബ്രഹ്മാവാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചപ്പോൾ ഈ സൃഷ്ടിക്കപ്പെടുന്നവർ, അതായത് പുതിയ ജേണിയിലുള്ളവർ, വൈദ്യുതി കണ്ടെത്തിയ ആൾ, നമ്മളൊരിക്കലും സംസാരിച്ചാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇലോൺ മസ്ക്, അപ്പോൾ അവരൊക്കെ ഒരു പ്രത്യേകതര ഐക്യമുള്ള ആളുകളാണെന്ന് നമ്മൾ പറയുന്നത്. അവർക്ക് സ്വന്തമായി പല പ്രൊജക്റ്റുകളും അവർ ചെയ്യുന്നു, ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെയിലി ഞെട്ടിക്കലാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ക്രിയേഷൻ തലത്തിലേക്ക് അവർ ഈ ഒരു ബ്രഹ്മ ഉപാസന ഉള്ളവരാണോ, അല്ലെങ്കിൽ ഈ ശരയോഗം അവരെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്തത്? അത് അറിയാതെ വന്ന ക്രിയേറ്റർ എന്ന് പറയുന്ന തലത്തിലേക്ക് ഇപ്പോൾ നിൽക്കുന്നവർ, ഇപ്പോൾ ഇലോൺ മസ്കിന് ഉദാഹരണം പറഞ്ഞു. അവർ ഇപ്പം രാജേഷ് പറഞ്ഞതുപോലെ അവർ മറ്റൊരു IQ ലെവലിൽ ഉള്ളവരാണ്, ശരിയാണ്. പക്ഷേ അവർ ബ്രഹ്മോപാസന ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർ ശരയോഗ പഠിച്ചതുകൊണ്ടോ അല്ല അവർ ആ തലത്തിലെത്തിയത്. അവരുടെ പ്രാണബോധത്തിൽ എത്തിയപ്പോഴാണ് അവർ ഈ പറയുന്ന ക്രിയേറ്റർ എന്ന് പറയുന്ന തലത്തിലേക്ക്, നിങ്ങൾ പറയുന്ന IQ എത്തിയത്. അവരുടെ ഇൻ്റലിജൻസ് ആ തലത്തിലേക്ക് എത്തി, ക്രിയേറ്റർ എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തി. അതിന് ബ്രഹ്മോപാസന ഒരു മാർഗമാണ്. ബ്രഹ്മോപാസന എന്ന് പറയുന്നത് അതിലേക്കുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മാർഗമാണ്. ശരയോഗ അതിലേക്ക് നയിക്കുന്ന ഒരു മാർഗമാണ്. ഈ മാർഗത്തിലൂടെയൊന്നും അല്ലാതെയും നദികളെല്ലാം കടലിൽ ചെന്ന് ചേരുമെന്ന് പറയുന്ന പോലെ ഈ മാർഗങ്ങളൊന്നും ഇല്ലേലും എന്ത് ചെയ്യാൻ പറ്റും? ആ മാനസിക തലത്തെ മറികടക്കുന്നവർക്ക് പ്രാണബോധത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ക്രിയേറ്ററിൻ്റെ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സാർ, ഇപ്പം നമ്മളിപ്പോൾ ആലപ്പുഴയാണ്, നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മുടെ യാത്ര. സാറിന്റെ സ്റ്റുഡൻസ് എന്ന് പറയാനല്ലേ, അവരെല്ലാം ബ്രഹ്മബോധത്തിൽ നിൽക്കുന്നവർ. അവരൊരു മറ്റൊരു എനർജിയാണ്. കാര്യം ഞാൻ ഇന്നലെ അവരുമായിട്ട് ഒന്ന് ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ ഒരു 4ഓളം പേര് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അവരിങ്ങനെ പല കാര്യങ്ങളും, അവർ എനർജി ഇങ്ങനെ ഒഴുകുകയാണ്. അവർക്ക് പ്രായമല്ല അവിടെ
പ്രായത്തിനൊക്കെ അപ്പുറമായിട്ട് അവർക്ക് വല്ലാത്തൊരു എനർജിയാണ്. ഞാൻ മുമ്പ് കണ്ട ആൾക്കാരെ അല്ല ഇവരാരും. ഇതെങ്ങനെ എടുത്ത് ഈസി ആയിട്ട് ഇവരിലേക്ക് എത്താം? ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഒരാള് പിടിച്ച് കൈക്കുള്ളിലാക്കി എന്ന് പറയും പോലെ? നോക്കൂ, ഈ ഇപ്പോൾ അവിടെ വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുന്നവര് എല്ലാവരും പലതരത്തിലുള്ള മാനസികാവസ്ഥയിൽ കൂടെ കടന്നുപോയപ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നത്. നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് ആ ബിസിനസ് തകർന്ന് പോയവർ, സാമ്പത്തിക പ്രയാസത്തിൽ വളരെ വളരെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നവർ, അതുപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഫാമിലിയിലൊക്കെ റിലേഷൻഷിപ്പ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അങ്ങനെ പലതരത്തിൽ. ഇത് വെറുതെ ആരും ഇതൊന്നും അന്വേഷിച്ച് വരില്ലല്ലോ. പ്രശ്നങ്ങളുള്ളപ്പോഴാണല്ലോ ഇതിനൊരു പരിഹാരം, സൊല്യൂഷൻ തേടി പലയിടത്തും അലയുന്നത്. അങ്ങനെയൊക്കെയാണ് അവർ നമ്മളിലേക്ക് വരുന്നത്. ഇന്ന് അവർക്കുണ്ടായ മാറ്റം. ഇപ്പൊ സാറിപ്പം അവരൊരു എൻജോയ്മെന്റ് ഫീൽഡിൽ വിട്ടേക്കാണ്. നിങ്ങൾ കായൽ കാണൂ, പ്രകൃതി കാണൂ, നല്ല ഭക്ഷണം കഴിക്കൂ, ചിക്കനാണോ ഇഷ്ടം കഴിച്ചോളൂ, മട്ടനാണോ ഇഷ്ടം കഴിച്ചോളൂ. ഇങ്ങനെ പറഞ്ഞൊരു നമ്മളൊരു ആധ്യാത്മികതയാണെങ്കിലും അതിനൊരു മറ്റൊരു ഡയമെൻഷൻ വേണമെങ്കിൽ പറയാം എനിക്കിത്, അല്ലെ? പറഞ്ഞൂടെ? മറ്റൊരു ഡയമെൻഷനിലേക്കാണ് അവരെല്ലാം കൊണ്ട് യാത്ര ചെയ്യുന്നത്. അവരെല്ലാം എൻജോയ് ചെയ്ത് പോകുന്ന അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. നോക്കൂ, നമ്മൾ മസിൽ പിടിച്ച് ഇവിടെ ജീവിക്കാനൊന്നും പറ്റില്ല. നമ്മൾ വളരെ ഫ്രീ ആയിട്ട്, വളരെ സന്തോഷമായിട്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ സിദ്ധാന്തം എന്ന് പറയുന്നത്. ലീവ് ദി മൊമെൻറ്റ്, ദ പവർ ഓഫ് നൗ. ഈ നിമിഷത്തെ എനിക്ക് ആനന്ദകരമാക്കാൻ പറ്റിയ, ഈ നിമിഷത്തെ സന്തോഷത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയ, ഞാൻ ഇന്നലെയെക്കുറിച്ചോ നാളെയെക്കുറിച്ചോ എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാൻ ആ ഭയത്തെ ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ നിമിഷത്തെ ആനന്ദമാക്കി എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രാണബോധം, അതാണ് ബ്രഹ്മാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ആ തലത്തിലെത്തി. അവരാ തലത്തിലെത്തിയപ്പോൾ അവരുടെ പ്രശ്നങ്ങളും ഇല്ലാതായി. ഈ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അവരറിയാതെ തന്നെ അതെല്ലാം വളരെയധികം പരിഹരിക്കപ്പെടുന്ന, ലഘൂകരിക്കപ്പെടുന്ന തലത്തിലേക്ക് എത്തി. റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ അതെല്ലാം മാറി. അവർക്ക് സമാധാനത്തിലേക്ക് അവർക്ക് വരാൻ പറ്റി. അതിനുവേണ്ടി അവരൊന്നും ചെയ്തില്ല. സോ അവർ എന്ത് ചെയ്തു? പ്രസൻറ്റിലേക്ക് വന്നു. അവരെ ഞാൻ പ്രസൻറ്റിലേക്ക് കൊണ്ടുവന്നു, ബ്രഹ്മബോധത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ പതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ സാറ് പതിരിലാണ് വളം വെച്ചത്. അത് വർക്കൗട്ടായെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പ്രായമൊക്കെ ആയപ്പോഴാണ് ഇതിലേക്ക് വന്നത്. ഇപ്പം ശരനൂൽ ശാസ്ത്രം എന്താണെന്നും ബ്രീത്ത് ഓഫ് സയൻസ് എന്താണെന്നും ഇപ്പം ബ്രഹ്മം എന്താണെന്നൊക്കെ അറിഞ്ഞു വന്നു. ഇത് ഒരു കുട്ടികളിലേക്ക് പോവുകയാണെങ്കിൽ, നിങ്ങളെ ഒരു ടീച്ചേഴ്സായി അദ്ദേഹം വിടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാന്ന് വെച്ചു. അപ്പോൾ അവർ പലരും ഭയങ്കര ആവേശത്തോടെ പറഞ്ഞു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ ആ അഭിപ്രായങ്ങളെ ഇപ്പോൾ രണ്ടഭിപ്രായം വരുമല്ലോ. അപ്പൊ ഒരു സ്റ്റുഡന്റ് ഒരു അഭിപ്രായം പറഞ്ഞു, വ്യത്യസ്തമായ അഭിപ്രായം. പക്ഷെ അതിനെ തച്ചടച്ചുകൊണ്ട് അടുത്തവര് പറഞ്ഞു അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അങ്ങനെ തിരുത്തത്തക്ക രീതിയിൽ അവരുടെ ബോധം വളർന്നു. അപ്പൊ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ എത്രത്തോളം ഇത് അവർക്ക് വർക്കൗട്ട് ആവും? ഒന്നാമത്തെ കാര്യം, കുട്ടികൾ പ്രാണബോധത്തിലാണ് നിൽക്കുന്നത്. നമ്മളാണ് മാനസിക തലത്തിൽ പോകുന്നത്. അവരെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ MDMA വിഷയങ്ങളാണ്. നമ്മളെല്ലാവരും പറയുന്ന കാര്യങ്ങളാണത്. ചിലപ്പോൾ നമ്മള് നിസ്സാരം MDMA വിടും സാർ. നമ്മളൊരു കാറിൽ യാത്ര ചെയ്യാണ്. ഞാൻ ഇന്നലെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ബൈക്കിൽ 2 പേര് ഓവർ സ്പീഡ് വരുന്നു, സിഗ്സാഗ് എടുക്കുന്നു. അവര് അങ്ങ് ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരാരെയും നോക്കുന്നില്ല. ഒരാൾ വീഴുന്ന പോലെ അവര് നോക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കാറ് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഇരിക്കുക, അവരങ്ങ് പോകും. അപ്പൊ ആ ഒരു തലമുറയാണ് സെൽഫിഷായി തീരെ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് വേണ്ടി ഒന്നാമത്തെ കാര്യം, ഇത് ഈ പറയുന്ന പ്രാണബോധത്തിലേക്ക് അവരെത്തുമ്പോൾ അവർ ഈ മാനസിക തലത്തിലുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവർ പുറത്തു വരും. അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന പ്രാണബോധത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള പരിശീലനങ്ങളിൽ അവർ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിന് ഞാൻ പറഞ്ഞല്ലോ, പ്രാണബോധത്തിലേക്ക് എത്താൻ ഇത് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഞാൻ പറയുന്നില്ല, ഇത് ചെയ്താൽ മാത്രം. പക്ഷേ ഇപ്പോൾ ഈ മാനസിക തലത്തിലാണ് ഇപ്പോഴത്തെ തലമുറ ഉള്ളത്, കുട്ടികളൊക്കെ ഉള്ളത് അതിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ശരിക്കും എന്താ ഈ പറഞ്ഞ MDMA ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ മാനസിക തലത്തിൽ നിന്ന് അവർ പുറത്ത് കിടക്കാനാണ് ശ്രമിക്കുന്നത്, മറ്റൊരു തലത്തിലേക്ക്. അത് പ്രാണതല അല്ല, MDMA എന്ന് കിട്ടുന്ന തലം പ്രാണതല അല്ല. പക്ഷെ അവർ മാനസിക തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു ഹയറിലേക്ക് പോകാനാണ് അവർ കൃത്രിമമായിട്ട് അതിലൂടെ ശ്രമിക്കുന്നത്. എനിക്കൊരു തിരുത്ത് പറയാനുണ്ട്. നമ്മളിപ്പം ബോധപൂർവം അല്ലാതെ എന്റെ ബോധം പോയിട്ട് എനിക്ക് വേറൊരു തലത്തിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് നന്മയുടെ വശമാണോ എന്ന് അല്ല.
അത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ തലത്തിലേക്ക് പോകുമ്പം അത് അവന്റെ ഹയർ ലെവലാണ്. മറ്റുള്ളവന് ഹയർ ലെവലല്ലേ, അത് ലോ ലെവലാണ്. അത് ലോ ലെവലാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് മാനസിക തലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടമാണ് ഇതിലേക്കെല്ലാം എത്തിക്കുന്നത്. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് പേര് ആത്മീയതയുടെ പുറകെ പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ. അവിടെ ഡ്രഗ് ഉപയോഗിക്കുന്നു, ഇവിടെ ആത്മീയതയുടെ പുറകെ പോകുന്നത് മറ്റൊരു തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ അതും ഈ പറയുന്നത് പോലെ അത് അവന്റെ ഹയർ ലെവലാണ്. അത് മറ്റുള്ളവർക്ക് ഹയർ ലെവൽ ആവണമെന്നില്ല. മറ്റുള്ളവർക്ക് ഈ സ്കൂൾ കാലഘട്ടം മുതൽ ഇത്തരം പ്രാക്ടീസുകൾ കൊടുത്താൽ നന്നാവില്ലേ? തീർച്ചയായിട്ടും ഈ പറയുന്ന ശ്വാസത്തെ സിലബസിന്റെ ഭാഗമൊക്കെ ആക്കിയാൽ, പ്രാണായാമമൊക്കെ യോഗയിൽ ഉണ്ടെങ്കിൽ പോലും അത് വളരെ വിശദവും അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ളതൊന്നുമല്ല. അതിനകത്തൂടെ നമുക്ക് ഈ പറയുന്ന പ്രാണനിയന്ത്രണം എന്ന് പറയുന്നത് പൂർണ്ണമായും സാധ്യമല്ല. അവ നമുക്ക് ശരയോഗ വിധി പ്രകാരമേ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുകയും കുട്ടികൾക്ക് ഇത് സംബന്ധിച്ചുള്ള പരിശീലനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ വീടുകളിൽ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, കുട്ടികൾ സന്തോഷം. അങ്ങനെ ഒരു ടീമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശിഷ്യഗണങ്ങൾ ഒരുപാട് പേരുണ്ട്. ഒരു ടീം വിചാരിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഏരിയക്കകത്തുള്ള ഒരു 5ഓളം സ്കൂളെങ്കിലും നമുക്ക് ഞങ്ങൾ ഇടയ്ക്ക് അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊരു പ്രവർത്തനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുള്ള സമയത്തുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും.